നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർത്തെടുക്കാൻ പോകുന്നത് നീണ്ട 19 വർഷക്കാലം കേരളത്തിൻ്റെ നിയമ സംവിധാനങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ചുറ്റിച്ച ഒരു തിരോധാന കേസിൻ്റെയും അതിനു പിന്നിലെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയുടെയും കഥയാണ്. 1995 കാണാതായ മഹാദേവൻ എന്ന 12 വയസ്സുകാരൻ്റെ കേസാണിത്. ഒരു കുട്ടിയുടെ തിരോധാനം, വ്യാജ തട്ടിക്കൊണ്ടുപോകൽ കത്തുകൾ, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, ഒടുവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഠിനാധ്വാനത്തിലൂടെ ചുരുളഴിഞ്ഞ് ഇരട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് 1995 ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് 12 വയസ്സുകാരനായ മഹാദേവനെ കാണാതാകുന്നു. അച്ഛൻ വിശ്വനാഥൻ ആചാരിയും കുടുംബവും അന്വേഷണം ആരംഭിച്ചു. മഹാദേവൻ ഇതിനു മുമ്പും വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ളതുകൊണ്ട് ആദ്യം അവർ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതായതോടെ കുടുംബം പോലീസിനെ സമീപിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. ഉത്സവപ്പറമ്പിൽ മഹാദേവനെ കണ്ടെന്ന് പറയുന്നവരെയെല്ലാം ചോദ്യം ചെയ്തു. അങ്ങനെയിരിക്കെയാണ് കേസിലൊരു അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടാവുന്നത്. മഹാദേവന്റെ അച്ഛൻ വിശ്വനാഥൻ ആചാരിക്ക് ഒരു അജ്ഞാത കത്ത് ലഭിക്കുന്നു. മഹാദേവനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും 40,000 രൂപ മോചനദ്രവ്യം നൽകിയാൽ വിട്ടു നൽകാമെന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇത് കണ്ട് ഭയന്നുപോയ കുടുംബം പോലീസിനെ വിവരമറിയിച്ചു. ഇതിന് പിന്നാലെ രണ്ടാമതൊരു കത്തുകൂടി വന്നു. ഇത്തവണ കത്തിനൊപ്പം ഒരു പാർസലുമുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് മഹാദേവന്റെ ഒരു ചെരിപ്പായിരുന്നു. മോചനദ്രവ്യം 2 ലക്ഷം രൂപയായി ഉയർത്തിയിരുന്നു. പോലീസ് ഉടൻ തന്നെ ഒരു കെണി ഒരുക്കി. പണം കൈമാറാൻ ആവശ്യപ്പെട്ട സ്ഥലത്ത് അവർ കാത്തുനിന്നെങ്കിലും തട്ടിക്കൊണ്ടുപോയവർ വന്നില്ല. ഇതോടെ ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ നിന്നു. മകനെന്ത് സംഭവിച്ചെന്നറിയാതെ വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ വിശ്വനാഥൻ ആചാരി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ സർക്കാർ മാറിയതോടെ ആ അന്വേഷണവും മന്ദഗതിയിലായി. പക്ഷേ ഒരു അച്ഛന്റെ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. 2001 വിശ്വനാഥൻ ആചാരി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. അന്വേഷണം പുനരാരംഭിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ നീതിക്ക് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിനിടയിൽ മഹാദേവന്റെ അച്ഛനും അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി കേസ് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടു. KG സൈമൺ എന്ന സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 12 അംഗ പ്രത്യേക സംഘത്തെ ഈ കേസ് ഏൽപ്പിച്ചു. പഴയ ഫയലുകളെല്ലാം അവർ വീണ്ടും പൊടിതട്ടിയെടുത്തു. എല്ലാ സാക്ഷികളെയും വീണ്ടും ചോദ്യം ചെയ്തു. മഹാദേവനെ അവസാനമായി കണ്ടെന്ന് പറഞ്ഞവരുടെ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. അവരുടെ പ്രധാന ശ്രദ്ധ അജ്ഞാത കത്തുകളിലും പാർസലായി വന്ന ചെരിപ്പിലുമായിരുന്നു. കൂട്ടത്തിൽ വിശ്വനാഥനാചാര്യയുടെ കടയിലെ ജോലിക്കാരനായിരുന്ന ഉണ്ണി എന്ന ഒരാളുടെ പഴയ മൊഴിയും അവർ വീണ്ടും പരിശോധിച്ചു. മഹാദേവൻ സൈക്കിൾ നന്നാക്കാനായി തന്റെ കടയിൽ വന്നിരുന്നുവെന്നായിരുന്നു ഉണ്ണിയുടെ മൊഴി. ഈ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് ഉണ്ണിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു പോലീസുകാരൻ മഫ്റ്റിയിൽ ഉണ്ണിയുമായി സൗഹൃദം സ്ഥാപിച്ചു. പതിയെ പതിയെ സംശയങ്ങൾ ബലപ്പെട്ടതോടെ ഉണ്ണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നീണ്ട 19 വർഷം മറഞ്ഞുകിടന്ന ആ ക്രൂര സത്യം ഉണ്ണി വെളിപ്പെടുത്തി. 1995 മഹാദേവനെ കൊന്നത് താനാണെന്ന് ഉണ്ണി സമ്മതിച്ചു. മഹാദേവന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല മോഷ്ടിക്കാനായിരുന്നു ആ ക്രൂരകൃത്യം. കടയിൽ വെച്ച് അവൻ മഹാദേവനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിന്നീട് തന്റെ സുഹൃത്തായ സലിമോന്റെയും ഭാര്യ സഹോദരനായ കണ്ണൻ എന്ന ആളുടെയും സഹായത്തോടെ മൃതദേഹം ഒരു ക്വാറിയിൽ ഉപേക്ഷിച്ചു. പോലീസിനെ വഴിതെറ്റിക്കാനായിരുന്നു മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ അയച്ചത്. എന്നാൽ ആ വെളിപ്പെടുത്തൽ അവിടെയും നിന്നില്ല. ഉണ്ണി മറ്റൊരു കൊലപാതകത്തിന്റെ കഥ കൂടി പോലീസിനോട് പറഞ്ഞു. മഹാദേവന്റെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയായിരുന്ന സുഹൃത്ത് സലിമോൻ പിന്നീട് ഉണ്ണിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഇത് സഹിക്കാവയ്യാതെ ഉണ്ണി സലിമോനെയും വിഷം കൊടുത്തു കൊന്നു. ആ മൃതദേഹവും അവൻ അതേ ക്വാറിയിൽ തന്നെയാണ് ഉപേക്ഷിച്ചത്. ഉണ്ണിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ക്വാറിയിൽ നടത്തിയ തിരച്ചിലിൽ ഒരു കുട്ടിയുടെയും പ്രായപൂർത്തിയായ ഒരാളുടെയും അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെടുത്തു. DNA പരിശോധനയിൽ അത് മഹാദേവന്റെയും സലിമോന്റെയുമാണെന്ന് സ്ഥിരീകരിച്ചു. ഒടുവിൽ 2014 നീണ്ട 19 വർഷത്തിനു ശേഷം ആ കേസിന് ഒരന്ത്യമായി. ഇരട്ട കൊലപാതക കുറ്റത്തിന് ഉണ്ണിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ഈ കേസിൽ ഉണ്ണിയെ സഹായിച്ച ഭാര്യ സഹോദരൻ കണ്ണൻ പിന്നീടൊരു ദുരൂഹമായ അപകടത്തിൽ മരിച്ചിരുന്നു. ആ മരണത്തിൽ ഉണ്ണിക്ക് പങ്കുണ്ടോ എന്ന സംശയം ഇന്നും ബാക്കിയാണ്. ഒരച്ഛൻ തന്റെ മകനുവേണ്ടി നടത്തിയ നിയമ പോരാട്ടവും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഠിനാധ്വാനവും ഒത്തുചേർന്നപ്പോൾ കാലം മറച്ചുപിടിച്ച ഒരു വലിയ സത്യമാണ് പുറത്തുവന്നത്.
എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തുവരും എന്ന വലിയ പാഠമാണ് മഹാദേവന്റെ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.